ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രഹനാസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബീഫ് കറി ആയാലോ. അപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉലുവട്ട് നല്ലൊന്ന് പൊരിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഉള്ളി, ഉപ്പ്, വേപ്പില ഇതെല്ലാം കൂടെ നല്ലൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി ജ്യൂസാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് തക്കാളി അരിഞ്ഞിട്ടായാലും ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊന്ന് അതൊന്നും കൂടെ ഒന്ന് നല്ലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഉപ്പ്, ഗരം മസാല ഇതെല്ലാം ഇട്ട് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ച ബീഫ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലൊന്ന് മസാലക്കൊന്ന് നല്ലൊന്ന് ഇളക്കി അതിലേക്ക് യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് അടുപ്പത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുപ്പത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ കുക്കറാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഒരു 5-6 വിസിൽ വന്നാൽ മതിയാവും, അതൊക്കെ റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ ഇത് അടുപ്പത്തായ കാരണം നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമ്മൾ അതിലേക്ക് ഉരുളൻകിഴങ്ങ് വേണമെങ്കിൽ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മുടെ ബീഫ് കഷ്ണങ്ങളൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു വിജയം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക.